ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓണം മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. കഴിഞ്ഞ വട്ടം വിഷുവിന് മേക്കപ്പ് ലുക്ക് ചെയ്തപ്പോൾ ഇപ്രാവശ്യം ഓണത്തിനും ചെയ്യണമെന്ന് കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കി ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ടോണറാണ്. ഞാൻ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്ന ഒരുവിധ എല്ലാ പ്രൊഡക്റ്റും ഞാൻ ടാഗ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ മാക്സിമം എല്ലാം ഞാൻ ടാഗ് ചെയ്യാൻ നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ മാവേലിയുടെ താഴത്തായിട്ടായിരിക്കും ഞാൻ ടാഗ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സൈഡിലായിട്ട് കേട്ടോ. അപ്പോൾ ടോണർ സ്പ്രേ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫാൻ വെച്ചിട്ട് ഡ്രൈ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആണ്. ഇത് ഫ്ലിക്കേടെ ആണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഫ്ലിക്കേടെ ആണ് യൂസ് ചെയ്യുന്നത്, മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രം കേട്ടോ. നോർമലി ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴൊന്നും ഫ്ലിക്കേടെ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യില്ല. മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസ്, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ബേസ് നല്ല രീതിക്ക് ഇങ്ങനെ ഗ്ലോയി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലിക്കേടെ യൂസ് ചെയ്യുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇതിൻ്റെ നാച്ചുറൽ ഗ്ലോ ആണ്. അതിൻ്റെ കൂടെ ഇതും കൂടി അപ്ലൈ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക, നല്ല ഗ്ലോയി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ ഹൈലൈറ്റർ അങ്ങനെ അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ എല്ലാം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഹൈലൈറ്റർ ഒന്നും കൂടി യൂസ് ചെയ്യാറുണ്ട്. ഒന്നും കൂടി ഇങ്ങനെ ഗ്ലോയി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ ഫ്ലിക്കേടെ മോയ്സ്ചറൈസർ ആണ് ഞാൻ അടുത്തത് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഞാൻ കൺസീലറാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക് സ്പോട്ട് ഉണ്ട്, നോസിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ടും ബ്ലാക്ക് സ്പോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ കുറേ പേരും ഇപ്പോഴും കമൻറ്റ് ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് സ്കിൻ ഇത്ര ക്ലിയർ ആവണേന്നൊക്കെ. ശരിക്കും എൻ്റെ സ്കിന്ന് ക്ലിയർ അല്ല. അത് ഞാൻ മിക്കപ്പോഴും പറയുന്നതാണ്, വീഡിയോയിൽ അങ്ങനെ കാണുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം എൻ്റെ സ്കിന്നിലും ബ്ലാക്ക് സ്പോട്ടും പിമ്പിൾസും പിമ്പിൾസ് മാർക്കും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വിസിബിളായിട്ട് കാണുന്നുണ്ടാവും. ലൈറ്റ് കുറച്ച് കുറവായ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവും കേട്ടോ എല്ലാതും. ഓക്കെ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾ, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട് എല്ലാം ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്മൈൽ ലൈൻസ് എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് എനിക്ക് സ്മൈൽ ലൈൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ശരിക്കും ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു കേക്കി ലുക്ക് നമുക്ക് തരും മേക്കപ്പ്. അപ്പോൾ അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി മുൻപേ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമയം എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം നല്ല ഷൂട്ട് ഉണ്ടായിരുന്നു ഈ ഒരു മന്ത്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് വന്നു. അപ്പോൾ മൊത്തത്തിലൊരു ബിസി ഷെഡ്യൂളായിരുന്നു. ഇങ്ങനെ ഷൂട്ടൊക്കെ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കുകയാണ്. ഇനി ആൾ പോയിട്ട് ഞാൻ ഷൂട്ടൊക്കെ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ് കേട്ടോ. ഫൗണ്ടേഷനും അതുപോലെ തന്നെ കൺസീലറും മെബ്ലൈൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു നല്ല ബ്രാൻഡാണ് കേട്ടോ മെബ്ലൈൻ. ഇപ്പം ഞാൻ കുറച്ചായിട്ട് എൻ്റെ സ്കിന്നിൽ നല്ല കുഴപ്പമില്ലാത്ത എന്താ പറയുക, നല്ല ബ്രാൻഡ്സൊക്കെ യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന, ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാരണം സ്കിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഡാമേജ് ആവുന്നുണ്ട്. അപ്പം മേക്കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ കൺസീലറും ഫൗണ്ടേഷനും ഇടില്ലെങ്കിലും ഡെയിലി നമ്മൾ എന്താ പറയുക, ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ഐഷേഡൊക്കെ, ഹൈലൈറ്റർ, ബ്ലഷ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും ലോക്കൽ പ്രൊഡക്ട്സ് വേണ്ട, സ്കിന്ന് കുറച്ചുകൂടി ഡാമേജ് ആക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നല്ല പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ചധികം പ്രൊഡക്ട്സ് നല്ലത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് സെഫോറയിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്ട്സും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി വിടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ആ ഒരു കുഞ്ഞ് ഫാൻ വെച്ചിട്ട് ഞാനൊന്ന് ഡ്രൈ ആക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഞാൻ കുറച്ചധികം നല്ല ബ്രാൻഡഡ് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് മേക്കപ്പിന്. ലാസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ സ്കിന്നിന് നല്ലതുമാണ് കേട്ടോ. കണ്ടോ, സെഫോറയുടെ ബാഗ്. ഇത് ഞാൻ വാങ്ങിയതല്ലേ, എൻ്റെ ഹസ്ബൻഡ് പോളണ്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. സെഫോറയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 5-6 മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെയാണ് അറിഞ്ഞത് സെഫോറ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സ് കിട്ടുന്നൊരു സംഭവമാണ്. എന്തായാലും കുറച്ചധികം പ്രൊഡക്ട്സ് ആളെ എനിക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐലൈനർ, മസ്കാര, ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, ഹൈലൈറ്റർ, അതുപോലെ തന്നെ ഐ ഷാഡോ, അങ്ങനെ കുറച്ച് ഐറ്റംസ്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പാക്കിൻ്റെ സെറ്റിംഗ് പൗഡറാണ്. എനിക്കിങ്ങനെ സ്കിന്നിങ്ങനെ ഓയിലി ആയിട്ട് ഓവറായിട്ട് നിൽക്കുന്നത് അങ്ങനെ വലിയ താല്പര്യമില്ല. എന്നാൽ എൻ്റെ സ്കിൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഗ്ലോയി ആയിട്ട് നിൽക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഓയിൽനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നത്. പാക്കിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കുഷ്യൻ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഫുള്ളായിട്ട് തന്നെ ഫേസ് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐ ഷാഡോ, അതായത് ഐ ഷാഡോ അല്ല, ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാം. ഐബ്രോ സെറ്റ് ചെയ്യാൻ ഞാൻ മാൾസിൻ്റെ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ തലേ ദിവസമാണ് ഞാൻ പോയിട്ട് ഐബ്രോ ഷേപ്പ് ചെയ്തത്. കുറേ കാലത്തിന് ശേഷം ഞാൻ അങ്ങനെ ത്രെഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു മാരേജ് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ത്രെഡ് ചെയ്യുന്നത് 6 മന്തിന് ശേഷം. അതുവരെ ഞാൻ റേസർ വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അത് കാരണം അതിൻ്റെ ഷേപ്പൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നലെ പോയി ത്രെഡ് ചെയ്തു. എന്നാലും തിക്നെസ് കുറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ തിക്കാക്കി എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ സൗണ്ടിന് ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഒരു മാറ്റം. എനിക്ക് പനിയൊക്കെ ആയിരുന്നു, കഫക്കെട്ടായിരുന്നു. ഇപ്പം മാറി വരുന്നേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഓണത്തിന് മുന്നേ ഇടണമെന്ന് എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പം തന്നെ എടുത്ത് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ.
നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഐ ഷാഡോ പാലറ്റിന്ന് ഐ ഷാഡോ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ പുതിയ ഐ ഷാഡോ പാലറ്റ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഷെയ്ഡ്സ് ഉണ്ട്. ന്യൂഡ് ഷെയ്ഡ്സ് ആണ് കൂടുതലുള്ളത് കേട്ടോ. പിന്നെ 2, 3 ഗ്ലിറ്റർ ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം ബേസ് ആയിട്ട് അപ്ലൈ ചെയ്തു. അതിനെക്കാട്ടും കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, ഡാർക്കർ ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഔട്ടർ കോർണറിൽ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ഇപ്പം ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഷെയ്ഡ്സ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ഐ ഷാഡോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാർക്ക് ആക്കാമെന്ന് വിചാരിക്കുന്നില്ല. എന്നാൽ അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് എടുത്ത് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈയിടെയായിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. എനിക്കെന്തോ കണ്ണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ താഴത്തും ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ ഐ മേക്കപ്പിൽ ഞാൻ ഭയങ്കര പുലിയാണെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് അറിയണ പോലെയാണ് ഞാൻ എപ്പോഴും ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാറുള്ളത്. ഞാനിങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് രീതിയിൽ ഞാൻ ഐ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു ദിവസത്തെ മേക്കപ്പ് ക്ലാസ്സിന് പോയോണ്ടോന്ന് അറിയില്ല, ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇപ്പോൾ മേക്കപ്പ് ചെയ്യാനൊക്കെ. പക്ഷേ ഫൈനൽ ലുക്കിൽ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലുക്ക് ഒരു ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല ലുക്ക് എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എന്താ ഗ്ലിറ്റർ ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു കോർണർ ഭാഗത്തുനിന്ന് മിഡിലോട്ടാണ് കൂടുതലും ഞാൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അത് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഐലൈനർ ആണ്, വാട്ടർ പ്രൂഫ് ആണ്. ഇതൊക്കെ സെഫോറയുടെ ആണ് കേട്ടോ. എൻ്റെ വീഡിയോസ്, അതായത് എൻ്റെ മേക്കപ്പ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ കൂടുതലും ഐലൈനർ യൂസ് ചെയ്യുക ഒന്നെങ്കിൽ ഡാസ്ലർ അല്ലെങ്കിൽ LA18 അല്ലെങ്കിൽ മില, അതുപോലെ തന്നെ പിന്നെ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഐലൈനറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും നല്ല രീതിക്കാണ് എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കോർണർ ഭാഗത്തൊക്കെ കണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഞാനങ്ങനെ ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തിന്നാക്കായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എഴുതിയത്. കാരണം എൻ്റെ സാരി ഒരു ട്രഡീഷണൽ ടൈപ്പ് സാരിയാണ്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് തിക്കായിട്ട് തന്നെ എഴുതാമെന്ന്. പിന്നെ മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും സെഫോറ തന്നെയാണ് കേട്ടോ. മസ്കാര നല്ല അടിപൊളി മസ്കാരയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു 1, 2 വട്ടം ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടും 2 കണ്ണ് വെച്ച് ഡിഫറൻസ് നോക്കിയപ്പോൾ നല്ല ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് കേൾ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഈ രണ്ട് എന്താ പറയുക, കൺപീലിയുടെയും ഒരു ഡിഫറൻസ് കേട്ടോ. നല്ല രീതിക്ക് കേൾ ആവുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈഷ് എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കിൽ നിന്ന് വാങ്ങിയ ലിപ് ബാം ആണ് കേട്ടോ. ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. അപ്പോൾ അത് ഞാൻ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല, അത് ഷോപ്പിൽ നിന്നായ കാരണം. ബാക്കി എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്കിനി ബ്ലഷ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബ്ലഷ് അത്യാവശ്യം നല്ല രീതിക്ക് കൂടുതലായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത്, അമ്മേ ഇത് ഇത്രയ്ക്ക് ഓവറായോ, കുറച്ച് കൂടുതലായല്ലോ, കുറച്ച് വൈപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കണ്ടോ എനിക്കെൻ്റെ എക്സ്പ്രഷൻ മാറി തുടങ്ങി. ഞാൻ ഇട്ട് വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയി. പക്ഷേ ലാസ്റ്റ് ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് വൈപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കി. പിന്നെ ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ടോ, ബ്ലഷ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജോക്കർ പോലെയായേനെ ഗൈസ്. ഹൈലൈറ്റർ സെയിം പാലറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് തന്നെ ഇടാൻ പറ്റി. സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഹൈലൈറ്ററും അപ്ലൈ ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ലിപ്സ്റ്റിക്കാണ്. നല്ല ഒരു റെഡ് മെറൂൺ, ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത പോലെ തോന്നിയിട്ട് ഞാൻ ലാസ്റ്റ് വേറൊരു ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമ വരിക, കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമ വരുന്നത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യണത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യമായിട്ടൊന്നുമില്ല. ലാസ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ പൊട്ട് വെക്കണം, സിന്ദൂരം തൊടണം, കഴിഞ്ഞു. ഞാൻ ഓൾറെഡി ഇയറിങ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബാംഗിൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇയറിങ്സ് ഇട്ടിട്ടില്ല, ബാംഗിൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സാരി ഓൾറെഡി ഫുൾ ഡ്രേപ്പ് ചെയ്തിട്ടാണ് ഞാൻ മേക്കപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റായിട്ട് ഞാനൊരു സെറ്റിംഗ് സ്പ്രേ കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. പിന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് ചേഞ്ച് ചെയ്തത് കേട്ടോ. ഞാനൊരു വേറൊരു ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ ജ്വല്ലറീസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ ഇടുന്ന ജുംക്കാട്ടോ, നമ്മുടെ പേജിലുള്ളതാണ്. നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല, ഞാൻ പുതിയതായിട്ടൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, എൻ്റെയും വെച്ചിൻ്റെ ഫാമിലിയുടെയും കൂടെയുള്ളൊരു പേജാണ്. ഇത് തിളക്കം എന്നാണ് കേട്ടോ പേജിൻ്റെ പേര്. നമ്മൾ ജുംക്കാസാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ അച്ഛൻ്റെ ഫാൻസി സ്റ്റോറിലുള്ള ജുംക്കാസ് നമ്മളൊരു ഓൺലൈൻ പേജ് തുടങ്ങിയതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ സിന്ദൂരം തൊട്ടെടുത്തു, പൊട്ടിട്ടു, ഇത്രയേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് പെർഫ്യൂം അടിച്ചു കൊടുത്തു. ഈ ഒരു സാരി എൻ്റെ സ്റ്റോറിലുള്ളത് തന്നെയാണ്, വികാ ഫാഷൻ സ്റ്റോറിൽ കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സാരി നല്ല രീതിക്ക് എനിക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് വിച്ച് ഓൾറെഡി റെഡിയായി താഴെ പോയിട്ടുണ്ട്. നമുക്കിനി പുറത്ത് പോകണം എന്തായാലും. എന്തായാലും ഇത്രയും റെഡി ആയതല്ലേ, അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കിഷ്ടമായി. നമുക്ക് ഈ ഓണത്തിന് ഇതുപോലെ സിമ്പിൾ മേക്കപ്പ് ലുക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് മേക്കപ്പ് ചെയ്ത് നോക്കി നോക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ.